ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഉണക്കപ്പ കേട്ടോ, ഉണക്കപ്പ വാട്ടുകപ്പ എന്നൊക്കെ പറയുവേ. അപ്പോൾ ഇതാ കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കപ്പ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാട്ടോ. അപ്പോൾ കുതിർത്ത് വെച്ച കപ്പയൊക്കെ ഞാനിങ്ങനെ ചെറുതാക്കി ഒടിച്ച് അതിലെ നാരൊക്കെ കളഞ്ഞ് എടുത്ത് വച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മൾ ഇന്ന് ഈ പാത്രത്തിൽ തന്നെയാട്ടോ വേവിക്കുന്നത്, കുക്കറിലൊന്നും അല്ലേ. അപ്പം ഇതിലേക്ക് വേകാൻ ആവശ്യത്തിന് വെള്ളം, കുറച്ച് വെള്ളം അധികം വേണം കേട്ടോ ഉണക്കപ്പയൊക്കെ വേവിക്കുമ്പോഴേ. അപ്പോൾ കപ്പയ്ക്ക് വേകാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പയിൽ വെച്ച് കൊടുക്കുകയാണേ. കുക്കറിലൊക്കെ വേവിച്ചാൽ ചില കപ്പയൊക്കെ വെന്തളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാത്രത്തിൽ തന്നെയാട്ടോ വേവിക്കുന്നത്. ഇതാ കപ്പയൊക്കെ ഇത്രയും വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് അരപ്പ് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടിയതും ആവശ്യത്തിന് പച്ചമുളകും, എരിവിന് ആവശ്യത്തിന് പച്ചമുളകും, കറിവേപ്പിലയും, ഉപ്പും, ജീരകവും, ചെറിയ ഉള്ളിയും, വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ ചെറുതാക്കി ഒന്ന് ഒതുക്കിയെടുക്കണം. അധികം അരഞ്ഞു പോകരുത്, ചെറുതാക്കി ഒന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ കപ്പയൊക്കെ തിളച്ചിങ്ങനെ വരുന്നുണ്ട്. സാധാരണ കപ്പയ്ക്കൊക്കെ നമ്മൾ അധികം അരയ്ക്കാറില്ലല്ലോ, അതുപോലെ തന്നെ നമ്മൾ ഉണക്ക് കപ്പയ്ക്കും നമ്മൾ അധികം നന്നായിട്ട് അരയ്ക്കത്തില്ല കേട്ടോ, ഒതുക്കിയെടുക്കുകയുള്ള വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇതാ ഈ പരുവത്തിൽ അരച്ചെടുക്കണേ. ഇതാ കപ്പയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്നുണ്ട് കേട്ടോ. കുക്കറിലാകുമ്പോൾ നമുക്ക് അറിയത്തില്ലല്ലോ എത്ര വേവുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അടുപ്പിൽ തന്നെ വേവിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ വേവ് അറിയാം. അല്ലെങ്കിൽ നമ്മൾ ഒരു തവണ വേവിച്ച് നോക്കിയിട്ട് കുക്കറിൽ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതാ പെട്ടെന്ന് വേവുന്ന കപ്പയായതുകൊണ്ട് തന്നെ കപ്പ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ കപ്പ ഞാൻ വെന്തത് വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ അരപ്പിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ അരപ്പിട്ട് കൊടുത്ത് ആ മിക്സി കഴുകി ഒരു നുള്ളു വെള്ളം, മിക്സി കഴുകാൻ മാത്രം അധികം വെള്ളമില്ല, ഒരു നുള്ളു വെള്ളവും കൂടെ ഒഴിച്ച് നമ്മളൊന്ന് അടച്ച് വെക്കുവേ. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ അരപ്പൊന്ന് വേവാൻ വേണ്ടി മാത്രം കേട്ടോ നമ്മളൊന്ന് ഒരു നുള്ളു മിക്സിയുടെ ജാറ് കഴുകി വെള്ളം ഒഴിച്ചത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കമ്പിട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കിന് വെള്ളം അടിയിലുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. വെള്ളം പറ്റിയിട്ടില്ലെങ്കിൽ കമ്പിൽ വെള്ളത്തിൻ്റെ ഇത് കാണും. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ കപ്പ ഇളക്കുന്ന കമ്പെന്ന് പറയുന്നത് ചപ്പാത്തിയുടെ കോലാട്ടോ, ചപ്പാത്തിക്കമ്പാണേ. അപ്പോൾ ചപ്പാത്തിക്കമ്പ് വെച്ച് ഞാൻ കപ്പ ഇളക്കുന്നത്. ഇതാ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് അരപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്കിതാ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് റെഡിയാകും. ഇത് നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉണക്കപ്പയൊക്കെ കഴിക്കാത്ത കൂട്ടുകാരൊക്കെ കപ്പയൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ. ആരും ലൈക്ക് അടിക്കുന്നില്ല നമ്മുടെ വീഡിയോയ്ക്ക്. ഇതാ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ. ഇത് നല്ല മീൻകറിയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ഉണക്കപ്പയും മീൻകറിയാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇപ്പോൾ മീനൊക്കെ വില കൂടുതലായതുകൊണ്ട്, ട്രോളിംഗ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ തൽക്കാലം മീൻ മേടിയിലങ്ങ് നിർത്തി വെച്ചു. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ കറി കൂട്ടി കേട്ടോ ഇന്ന് നമ്മൾ കപ്പ കഴിക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ. Thank you.